ഹായ് ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും യൂട്യൂബ് ഉപയോഗിക്കുന്ന ആൾക്കാരാണല്ലേ. യൂട്യൂബ് ഉപയോഗിക്കുന്നത് കൊണ്ടാണല്ലോ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യൂട്യൂബിനകത്ത് വീഡിയോ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് വീഡിയോ കാണുന്ന ആ ഒരു സ്ക്രീനിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ടായിരിക്കും, നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതിനേക്കാളും. ഇനി അങ്ങനെ മാറ്റങ്ങളൊന്നുമില്ല, പഴയതുപോലെ തന്നെയാണ് എന്ന് തോന്നുന്നവർ ഒരു കാര്യം ചെയ്താൽ മതി. ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് മൊബൈൽ യൂട്യൂബ് ആപ്ലിക്കേഷൻ എടുക്കുക, എന്നിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്കും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കാണാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ അതെന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ വന്നിരിക്കുന്നത്, പുതിയ ഫീച്ചർ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തൊട്ട് താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിതുപോലെ അപ്ലോഡ് ചെയ്യുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ വീഡിയോസും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. നമ്മൾ യൂട്യൂബിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ആദ്യം വീഡിയോ ഇതുപോലെ ഒരു ചെറിയൊരു സ്ക്രീനിലായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ചില വീഡിയോസ്, മറ്റു ഭാഷകളിലുള്ള വീഡിയോസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്, ഇപ്പോൾ കൊറിയൻ ഭാഷയിലുള്ള ഏതെങ്കിലും ഒരു മൂവി അത് കാണുമ്പോഴത്തേക്കിന് അതിൻ്റെ ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ അതിൻ്റെ താഴെ ഈ ഒരു ഇപ്പോൾ എൻ്റെ പേരെഴുതിയിരിക്കുന്ന ആ ഒരു പൊസിഷനിലൂടെ ഒരു ഇംഗ്ലീഷ് സബ്ടൈറ്റിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ വായിക്കാനായിട്ടും കഴിയുമായിരുന്നു. അപ്പോൾ അങ്ങനെ സബ്ടൈറ്റിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് സാധാരണ രീതിയിൽ ഈ സ്ക്രീനിൽ ഒന്ന് ടച്ച് ചെയ്യുക, മുകളിൽ കാണുന്ന ഈ ഒരു 3 ഡോട്ട് സെലക്ട് ചെയ്തിട്ട് ഇതിനകത്ത് ക്യാപ്ഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തിട്ടായിരുന്നു സാധാരണ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു പുതിയ ഫീച്ചർ വന്നിരിക്കുന്നത് നമ്മുടെ ഈ സ്ക്രീനെ തന്നെ ആ ഒരു 3 ഡോട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് CC എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു CCയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സബ്ടൈറ്റിൽ ഓൺ ആകുന്നതാണ്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഒന്നാമത്തെ ഫീച്ചർ. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഈ ഒരു വീഡിയോയുടെ ടൈറ്റിൽ എഴുതിയേക്കുന്നതിൻ്റെ താഴെയായിട്ട് നമുക്ക് സാധാരണ രീതിയിൽ ഓട്ടോ പ്ലേ ഓൺ എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കുമായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പാട്ടൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ പാട്ട് 4-5 മിനിറ്റേ കാണത്തുള്ളൂ. അത് കഴിയുമ്പോൾ അടുത്ത പാട്ടിലോട്ട് നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക, അത് ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആകാൻ. ഒരു വീഡിയോ കഴിയുമ്പോൾ അടുത്ത വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആകാനായിട്ട് അതിൻ്റെ ഓപ്ഷൻ മുൻപൊക്കെ കിടന്നിരുന്നത് ഈ വീഡിയോയുടെ താഴെ ആ ഒരു ടൈറ്റിലിൻ്റെ താഴെയൊക്കെ ആയിട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു സ്ക്രീനെ തന്നെ മുകളിലായിട്ട് ഇവിടെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ഓട്ടോ പ്ലേ ഈസ് ഓഫ് എന്നും ഓട്ടോ പ്ലേ ഈസ് ഓൺ എന്നുള്ള ഓപ്ഷൻ. അപ്പോൾ ആ ഒരു ഓപ്ഷൻ താഴെയിൽ നിന്നും മുകളിലേക്ക് കയറി, അതാണ് രണ്ടാമത് വന്നിരിക്കുന്ന മാറ്റം. മൂന്നാമത് വന്നിരിക്കുന്ന മാറ്റം, ഇപ്പോൾ ഈ ഒരു വീഡിയോയെ ഫുൾ സ്ക്രീൻ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഈ താഴെ കാണുന്ന ആ ഒരു റൈറ്റ് സൈഡ് കോർണറിൽ കാണുന്ന ആ ഒരു സ്ക്വയർ പോലെ അതിൽ പ്രസ് ചെയ്യുമ്പോഴായിരുന്നു നമ്മുടെ ഈ ഒരു വീഡിയോ ഫുൾ സ്ക്രീൻ ആകുന്നത് സാധാരണ രീതിയിൽ. പക്ഷേ ഇപ്പോഴത്തെ പുതിയ അപ്ഡേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു സ്ക്രീനിൽ ജസ്റ്റ് ഫിംഗർ വെച്ചിട്ട് മുകളിലോട്ടൊന്ന് സ്വൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫുൾ സ്ക്രീൻ ആകും. വീണ്ടും തിരിച്ച് ഷോർട്ട് സ്ക്രീൻ ആക്കണമെങ്കിൽ സ്ക്രീനിൽ ഒന്ന് വിരൽ വെച്ചിട്ട് താഴോട്ടൊന്ന് സ്വൈപ്പ് ചെയ്യുക. അപ്പം ഈ രീതിയിൽ മാറുന്നതായിരിക്കും. ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചറായിരിക്കും. നാലാമത് വന്നിരിക്കുന്ന ഒരു ഓപ്ഷനാണ്, നമ്മൾ മൊബൈൽ ഫോണിൽ യൂട്യൂബിൽ കാണുന്ന വീഡിയോയെ നമുക്ക് സ്മാർട്ട് TVയിലോട്ട് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ക്രോംകാസ്റ്റൊക്കെ യൂസ് ചെയ്യുമായിരുന്നു. നമുക്ക് വീട്ടിലൊരു ആൻഡ്രോയിഡ് TV ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് നമ്മളുടെ മൊബൈൽ ഫോണിനെ കണക്ട് ചെയ്തിട്ട് മൊബൈൽ ഫോണിലുള്ള യൂട്യൂബ് വീഡിയോ നമ്മളുടെ TVയിൽ കാണാനായിട്ട് സാധിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു ഓപ്ഷനാണ് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലോട്ട് മൂന്നാമത് കാണുന്ന ആ ഒരു റെക്റ്റാങ്കിൾ പോലെ ഇരിക്കുന്ന ആ ഒരു ഓപ്ഷൻ, കാസ്റ്റിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ, അതൊന്ന് സെലക്ട് ചെയ്യുമ്പം ലിങ്ക് വിത്ത് TV കോഡ്. ഇപ്പോൾ 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. TV കോഡ് വെച്ചിട്ട് ചെയ്യാം. TVക്കകത്തു നിന്നൊരു കോഡ് കിട്ടും, ആ കോഡ് മൊബൈലിൽ റീപ്ലേസ് ചെയ്തിട്ട് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ ക്രോംകാസ്റ്റ് എന്ന് പറഞ്ഞ ഡിവൈസ് വെച്ചിട്ട് കണക്ട് ചെയ്യാം. ഒരു കണ്ടീഷനേ ഉള്ളൂ, TVയും നമ്മളുടെ മൊബൈൽ ഫോണും സെയിം വൈഫൈ കണക്ഷൻ്റെ കീഴിലായിരിക്കണം. ആ രീതിയിൽ ചെയ്യുന്ന ആ ഒരു ഓപ്ഷനും ഈ ഒരു സ്ക്രീനിലേക്ക് വന്നിട്ടുണ്ട്. നേരത്തെ യൂട്യൂബ് മൊബൈൽ ആപ്ലിക്കേഷൻ്റെ സെറ്റിങ്സിനുള്ളിലായിരുന്നു ആ ഒരു ഓപ്ഷൻ കിടന്നിരുന്നത്. ഇപ്പോൾ അതും ഈ ഒരു സ്ക്രീനിലോട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ മെയിനായിട്ട് 4 രീതിയിലുള്ള ഒരു യൂസ്ഫുള്ളായിട്ടുള്ള ഫീച്ചേഴ്സാണ് നമുക്കിപ്പം ലഭ്യമായിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്ത് സുഹൃത്തുക്കൾക്കൊക്കെ എത്തിച്ചു കൊടുക്കുക, കമൻറ്റ് ചെയ്ത് നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ വീഡിയോയുടെ തൊട്ട് താഴെ രേഖപ്പെടുത്തുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായിട്ട് തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയൊരു കണ്ടൻറ്റുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.